എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു LED TV-യിൽ എങ്ങനെ നമുക്ക് ഒരു യൂണിവേഴ്സൽ ബോർഡ് ഫിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാട് യൂണിവേഴ്സൽ ബോർഡുകൾ അവൈലബിൾ ആണ് ഈ ഒരു LED TV-ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സൽ ബോർഡ് നമുക്ക് ഇതിനകത്ത് ഫിറ്റിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് 32 ഇഞ്ച് LED TV ആണ്. ഇത് നമുക്ക് ഇടിമിന്നലിൽ ഇതിൻ്റെ ബോർഡ് മൊത്തത്തിൽ പോയി ഇതിൻ്റെ മെയിൻ IC പൊട്ടിത്തെറിച്ച് പോയി. അങ്ങനെയാണ് ഇത് ഒരു TV എനിക്ക് വന്നത്. പക്ഷേ ഞാനത് റിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് അതിൻ്റെ മെയിൻ IC പൊട്ടിത്തെറിച്ചിരിക്കുന്നത് കൊണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു യൂണിവേഴ്സൽ ബോർഡ് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമർ വില്ലിങ്ങാണ്. അപ്പോൾ കസ്റ്റമർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ ഈ TVക്ക് വേറൊരു പ്രശ്നമുണ്ട്. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ നമുക്കൊരു യൂണിവേഴ്സൽ ബോർഡിനകത്ത് ടീകോൺ ബോർഡോ അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിലർ ബോർഡോ ഉള്ള ബോർഡുകളിൽ മാത്രമേ ആ യൂണിവേഴ്സൽ ബോർഡ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഒരു TVക്ക് സ്കെയിലർ ബോർഡിനകത്ത് സ്കെയിലർ ബോർഡ് ഉണ്ടെങ്കിലും പക്ഷേ അതിനകത്ത് മറ്റ് യാതൊരു കാര്യമില്ല. ജസ്റ്റ് ഒരു റിബൺ കോഫ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് ആ ഒരു സ്കെയിലർ ബോർഡ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ആ സ്കെയിലർ ബോർഡിൽ വരേണ്ട DC to DC കൺവെർട്ടറും ടൈമിംഗ് കൺട്രോളർ IC എല്ലാം ആ മെയിൻ ബോർഡിനകത്ത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു TVയിലാണ് നമ്മളിന്ന് യൂണിവേഴ്സൽ ബോർഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡ് പാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ക് പാനലിൽ ഓൾറെഡി ഇതിൻ്റെ കോംബോ ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ഈ കോംബോ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കെയിലർ ബോർഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്കെയിലർ ബോർഡിൽ യാതൊരുവിധ ICകളോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ടൈമിംഗ് കൺട്രോളിങ് സെക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. എല്ലാം ഈ ഒരു ബോർഡിനകത്താണ് വരുന്നത്. അപ്പോൾ നമ്മളിനി ഒരു യൂണിവേഴ്സൽ ബോർഡ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന DC to DC കൺട്രോളിങ്ങും അതേ കണക്ക് തന്നെ ടൈമിംഗ് കൺട്രോളിങ് സെക്ഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യൂണിവേഴ്സൽ ബോർഡ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ബോർഡ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതൊരു പവർ സപ്ലൈ ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് 12 വോൾട്ട് പവർ കിട്ടും, ഔട്ട്പുട്ട് പവർ കിട്ടും. പിന്നെ അതേ കണക്ക് തന്നെ ബാക്ക് ലൈറ്റും ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ബാക്ക് ലൈറ്റും പിന്നെ 12 വോൾട്ട് ഔട്ട്പുട്ടും കിട്ടുന്ന ഒരു LED TVക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന പവർ സപ്ലൈ. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്കൊരു യൂണിവേഴ്സൽ ബോർഡാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സൽ ബോർഡാണ്. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് T56U11.23. ഇവിടെ കാണാം നമുക്ക് T56U11.23. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ചെയ്യേണ്ട ഇതിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് സോഫ്റ്റ്വെയർ ചെയ്തു വരുന്ന ബോർഡാണ്. അപ്പോൾ ഈ നമ്പർ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. T56U11.2 വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണം. അതല്ല 23 ആണ് ലാസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി സോഫ്റ്റ്വെയർ ചെയ്തിട്ടാണ് ഈ ഒരു റെസൊല്യൂഷൻ കോഡ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ആ റെസൊല്യൂഷൻ കോഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് റെസൊല്യൂഷനിലാണോ ഫുൾ HD ആണോ HD റെഡി ആണോ എന്നുള്ളതിന് ഒരു റെസൊല്യൂഷൻ കോഡുണ്ട്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് സോഫ്റ്റ്വെയർ ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ ഇത് ഓൾറെഡി സോഫ്റ്റ്വെയർ ചെയ്ത് വരുന്ന ടൈപ്പ് ബോർഡാണ്. നമ്മുടെ ലാസ്റ്റത്തെ ഈ 23 എന്ന് പറയുന്ന നമ്പറിൽ 2 വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആ ബോർഡ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം സോഫ്റ്റ്വെയർ ചെയ്യണം. 23 വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിന് ആ ഒരു റെസൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊരു നമ്പർ അടിച്ചാൽ മതിയാവും. ഇനി ഒരു സാധനം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വേണം, അതാണ് ടീകോൺ ബോർഡ്. ഇതിനകത്ത് LG യുടെ 2 കോഫ് പാനലാണ് വരുന്നത്. സൈഡ് കോഫ് ഒന്നും ഉണ്ടാവില്ല, 2 കോഫ് പാനലാണ്. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കാം. യൂണിവേഴ്സൽ ബോർഡ് എന്നുള്ള ഇൻപുട്ട് ഇതിൽ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ സ്കെയിലർ ബോർഡിലും കണക്ഷൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ DC to DCയും പിന്നെ ടൈമിംഗ് കൺട്രോളിങ് സെക്ഷനും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു ടൈപ്പ് പാനലിൽ മാത്രമേ ഉള്ളൂ. മിക്ക പാനലുകളിലും ഓൾറെഡി ടീകോൺ ബോർഡും മറ്റു കാര്യങ്ങളും വരും. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നത് കൊണ്ടിട്ട് അവർ ഈ ഒരു ബോർഡ് ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു പാനൽ, അതായത് ഈ 32 ഇഞ്ച് പാനൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ഒരു ടീകോൺ ബോർഡും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ ഈ ഡിസ്പ്ലേ വർക്കിംഗ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാനലിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഡിസ്പ്ലേ ഓൺ ചെയ്ത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്ഷൻ കൊടുക്കണം. ഈ ഒരു ടീകോൺ ബോർഡും ഈ മദർ ബോർഡുമായിട്ട് കണക്ഷൻ കൊടുക്കണം. പിന്നെ ഈ ഒരു പവർ സപ്ലൈയും ഈ മദർ ബോർഡുമായിട്ടുള്ള കണക്ഷൻ കൊടുക്കണം. പിന്നെ ഈ പവർ സപ്ലൈയും ബാക്ക് ലൈറ്റുമായിട്ടുള്ള കണക്ഷനും കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ഇതെല്ലാം കണക്ഷനെല്ലാം കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷൻ എല്ലാം കൂടെ കൊടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നമ്മുടെ പവർ സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈയിൽ നിന്ന് 6 വയറാണ് നമുക്ക് ഇതിനകത്തോട്ട് ഈ മെയിൻ ബോർഡിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അതിൽ 2 വയർ ഗ്രൗണ്ടും 2 വയർ 12 വോൾട്ടും 2 വയർ എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് എനേബിൾ ആൻഡ് അഡ്ജസ്റ്റ് എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന IR സെൻസറും വിത്ത് കീപാഡുമാണ്, അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കൊടുക്കുന്ന LVDS കേബിള്. ഈ കേബിൾ വഴിയാണ് നമ്മൾ പാനലിൽ കണക്ഷൻ കൊടുക്കുന്നത്, മദർ ബോർഡിൽ നിന്ന് പാനലിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീകോൺ ബോർഡ് വഴിയാണ് നേരെ LVDSൻ്റെ നേരെ കണക്ഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് പിന്നെ DC to DCയും ടൈമിംഗ് കൺട്രോളും വഴി നമ്മുടെ ഈ ഒരു പാനൽ വർക്ക് ചെയ്യാനുള്ള ഡേറ്റ സിഗ്നൽ സപ്ലൈ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ട്രിപ്പ് കേബിൾ വഴി ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത്രയേ ഉള്ള, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനി നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ളത് സ്പീക്കറിൻ്റെ ലൈൻ മാത്രമാണ്. ബാക്കി ഇത്രയും ഇതിനകത്ത് പിന്നെ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് വയറിങ്, അതായത് ഡിസ്പ്ലേ ഓൺ ചെയ്യാനുള്ള രീതിയിലുള്ള വയറിങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്പ്ലേ ആണ് സെറ്റ് ചെയ്യാനുള്ളത്. ഡിസ്പ്ലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറാണോ എന്ന് കാര്യം എനിക്കിതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ചൊന്നും അറിയില്ല. ഞാനിത് ഓൺ ചെയ്ത് കണ്ടിട്ടില്ല, ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇനി കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാര്യം ഇത് ഇടിമിന്നലേറ്റ് വന്നിട്ടുള്ള ഒരു TV ആണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതാണ്ട് ഇവിടെ ഈ വയറെന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് കണക്ഷനാണ്. അത് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് 2 വയർ കൊടുത്ത് ഈ ഒരു പവർ സപ്ലൈയിൽ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഈ ഒരു പവർ സപ്ലൈ പറ്റി പറയാനുണ്ട്. നമ്മുടെ ബാക്ക് ലൈറ്റിൻ്റെ പവർ അനുസരിച്ചിട്ട് ഈ പവർ സപ്ലൈയിൽ ഇവിടെ നമ്മുടെ സ്വിച്ചിങ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നത് ഈ ചോപ്പർ വേണ്ടി. അപ്പോൾ ഈ സ്വിച്ചിങ് മോസ്ഫെറ്റ് ചൂടാവുന്നുണ്ടോ, നല്ല രീതിയിൽ ചൂടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ജമ്പർ തന്നിട്ടുണ്ട്. ഈ ജമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ക് ലൈറ്റിൻ്റെ ആംബിയർ കുറയ്ക്കാൻ പറ്റും. ആംബിയർ കുറച്ചിട്ട് ഇതിൻ്റെ പവറും കൂടെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ബാക്ക് ലൈറ്റിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് 300 മില്ലി ആംബിയർ മുതൽ 600 മില്ലി ആംബിയർ വരെ നമുക്ക് ബാക്ക് ലൈറ്റിൻ്റെ ആ ഒരു ആംബിയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചൂടാവുകയാണെങ്കിൽ, മോസ്ഫെറ്റ് ചൂടാവുകയാണെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ,
അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ഓൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് ആ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഓൺ ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ കാണാം എന്നുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബോർഡ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇവിടെ നമ്മൾ ടീകോൺ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. പവർ സപ്ലൈ എൻ്റെ ബാക്ക് സൈഡിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ പവർ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ IR സെൻസർ ഇരിക്കുന്നത്. അപ്പോൾ IR സെൻസറിൽ ലൈറ്റ് കത്തും. ഓക്കെ, IR സെൻസറിൽ നമുക്കിവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി ഞാൻ റിമോട്ട് എടുത്തിട്ടുണ്ട്. റിമോട്ടിൽ ജസ്റ്റ് ഓൺ ചെയ്യണം. അപ്പോൾ അവിടെ നീല ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ? ബാക്ക് ലൈറ്റ് ഓണായി ഉണ്ടോ? ഇപ്പോൾ ഇവിടെ എത്രയും പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മെനു എടുത്ത് നോക്കാം. മെനു എങ്ങനെയാണ്? മെനു ഉണ്ടോ? അപ്പോൾ ഇത് കറക്റ്റ് റെസൊല്യൂഷനിലല്ല കിടക്കുന്നത്, അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റ് റെസൊല്യൂഷൻ ഈ ഒരു ബോർഡിൽ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിമോട്ടിൽ ഇൻപുട്ട് എന്നും പറഞ്ഞ് ഒരു സ്വിച്ച് ഉണ്ട്. അതാണ്ട് ഇത് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് 3181 ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1366 × 768 എന്നുള്ളതാണ് HD റെഡിയുടെ റെസൊല്യൂഷൻ. അപ്പോൾ ആ റെസൊല്യൂഷൻ കോഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് 31181. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചു നോക്കാം. ഇൻപുട്ട് 31181. അപ്പോൾ TV മൊത്തത്തിലങ്ങ് ഓഫാവും. TV മൊത്തത്തിൽ ഓഫായിട്ട് അത് ഓണായി വരും. അപ്പോൾ AV എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. നേരത്തെ മുകളിൽ ഒരു ലൈന് ഇത്രയും ബാർ ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ബാർ ലൈൻ ഇല്ല. കറക്റ്റ് നമുക്ക് ഇനി ഒന്നും കൂടെ മെനു അടിച്ചു നോക്കാം. ഇപ്പോൾ മെനു കറക്റ്റ് ഫുള്ള് മെനു ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ TV തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് തലതിരിഞ്ഞ് കാണുന്നത്. ഇനി നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാലും ഡിസ്പ്ലേ തലതിരിഞ്ഞ് കാണുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് മിറർ എന്നാണ് പറയുന്നത്. നമുക്ക് മിറർ ചിലപ്പോൾ ഓൺ ആയിരിക്കുമെങ്കിൽ ഓഫ് ചെയ്യുക, ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിലോട്ട് അത് കൊണ്ടുവരാൻ പറ്റും. ഈ TVയുടെ ബോർഡ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TVയുടെ ഈ ബാക്ക് പാനലിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ബോർഡും പവർ സപ്ലൈ ടീകോൺ ബോർഡ് എല്ലാം നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു TV മൊത്തം പാക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് ഒരു പടമൊക്കെ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മെയിൻ ബോർഡ് ഇതിൻ്റെ പിറക് സൈഡിലുള്ള ആ പാനലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പവർ സപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹീറ്റ് സിങ്ങിന് ഇതിൻ്റെ നമ്മുടെ മോസ്ഫെറ്റിന് ഒരു പ്രത്യേക ഹീറ്റ് സിങ് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഹീറ്റ് സിങ് ഇല്ലാതെ ഇത് ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഹീറ്റ് സിങ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് IRൻ്റെ കണക്ഷനാണ്. ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ ഒരു സ്വിച്ച് ഉള്ള ഒരു പവർ സ്വിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു പവർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കി IRൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കറക്റ്റ് നല്ല രീതിയിൽ വയറിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പവർ സോക്കറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ആ മറ്റേ പഴയ ബോർഡിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് അതിൽ 2 വയറിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ടീകോൺ ബോർഡും കൂടെ ഇവിടെ ഈ ടീകോൺ ബോർഡ് ഇവിടെ ഇങ്ങനെ ബോർഡിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിൽ ഇതിന് ഈ കണക്ഷൻ എത്തുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ വെച്ച് ഇത് ടേപ്പ് ചെയ്യും. ഇവിടെ ഇതിൽ ഉറപ്പിച്ചങ്ങ് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് പവറും കൂടെ കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷനും കൊടുത്തിട്ട് ഇതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പിന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും
ഇതേ കണക്ക് വളരെ വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 2 സൈഡ് വരണതാണ്. ഈ സൈഡ് ഞാൻ അടച്ചിരിക്കുകയാണ്. ഈ സൈഡിലാണ് നമുക്ക് ബോട്ടത്തിലാണ് ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഇതെല്ലാം ഇത് കണക്ഷനൊക്കെ പാനലിൻ്റെ കണക്ഷനും പിടിച്ച് കൊടുത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കിൽ നമ്മുടെ ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളും ആ ടീകോൺ ബോർഡെല്ലാം വളരെ സെക്യൂറായിട്ട് ഫിറ്റ് ചെയ്ത് ആ ബാക്കിൽ പാനലൊക്കെ ഇട്ട് സ്ക്രൂ ചെയ്ത് പഴയത് കണക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്തപ്പോഴത്തേക്ക് അവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഈ ഒരു ടി വി ഇപ്പോൾ ഓട്ടോ പവർ ഓൺ മോഡിലല്ല കിടക്കുന്നത്, നോർമൽ മോഡിലാണ്. അപ്പോൾ നമ്മൾ റിമോട്ടിൽ ഓൺ ചെയ്യണം. റിമോട്ടിൽ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് പവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഞാൻ അതിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയാണ് ഈ കാണുന്നത്. നല്ല രീതിക്കുള്ള നല്ല ക്ലിയർ പിക്ചറാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. വേറെ കംപ്ലൈൻറ്റും കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. വീഡിയോസൊക്കെ നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. സൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാര്യം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു വീഡിയോയും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ പോലും ഒരു ഓഡിയോയോ ഫയലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയലോ പ്ലേ ചെയ്യിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ബോർഡ് മൊത്തത്തിൽ ഇതിനകത്ത് സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഓൺ ചെയ്തിട്ട് റിമോട്ടിലാണ് ഇതിപ്പോൾ പവർ ഓൺ ചെയ്യുന്നത്. ഇതല്ലാണ്ട് നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഓണാവുന്ന ഒരു മോഡിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ റിമോട്ടിൽ മെനു പ്രസ് ചെയ്യുക. ഒരു ടൈമറായിപ്പോയി. ഓക്കെ, മെനു പ്രസ് ചെയ്യുക. അതിനുശേഷം 1147 എന്നുള്ള നമ്പർ നിൽക്കുക. മെനു 1147 എന്നുള്ള നമ്പർ നിൽക്കുമ്പോഴത്തേക്കും ഈ ഫാക്ടറി സെറ്റിങ്സ് ഓണാവും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് സിസ്റ്റം കോൺഫിഗറേഷൻ ഇതിനകത്ത് ഓട്ടോ പവർ ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓട്ടോ പവർ ഓൺ അത് നമ്മളിപ്പോൾ ഓഫിലാണ് നടക്കുന്നത്. അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് റിമോട്ടിൽ എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിച്ചതിന് ശേഷം പവർ ഓഫ് ചെയ്യുക. പവർ ഓഫ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ പ്ലഗിൽ പവർ ഓൺ ചെയ്തതിന് ശേഷം പവർ ഓൺ ആകുമ്പോഴത്തേക്കും ആ ഒരു ചുവന്ന ലൈറ്റ് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ 2 കൈയും കണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇതിനാണ് ഓട്ടോ പവർ ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ ഇതേ കണക്ക് പിന്നെ യൂണിവേഴ്സിൽ വെച്ച് കൊടുക്കുന്ന എല്ലാ ബോർഡുകളിലും ഇതേ കണക്ക് ഓട്ടോ പവർ ഓൺ ചെയ്ത് കൊടുക്കും. പക്ഷേ അപ്പോൾ അവർക്ക് ഈ റിമോട്ട് ഇല്ലെങ്കിലും ടി വി താനേ ഓൺ ആയിക്കോളും.